നിങ്ങൾ എന്തിൻ്റെ സൂക്കാട നിങ്ങൾക്കല്ലേ? നിങ്ങൾക്ക് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇമാതിരി ജാള്യതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഒരു മാന്യമര്യാദ വേണ്ടേ, ഒരു മാന്യത വേണ്ടേ ചോദ്യത്തിനും അതുപോലെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ. പ്രസ് വൺ കേരളത്തിൻ്റെ പ്രേക്ഷകർക്ക് പുതുവർഷാശംസകൾ. പുതുവർഷത്തിലും സംസ്ഥാനത്ത് മാറാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മുഖ്യധാര മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന രീതിയാണ്. അതിന് എല്ലാ തവണത്തെയും പോലെ ഇന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ കയ്യിൽ നിന്നും മാധ്യമപ്രവർത്തകർ നല്ല ഒന്നാന്തരമായിട്ട് മേടിച്ചിട്ടുണ്ട്. നാണമില്ലേ എന്ന് മാധ്യമപ്രവർത്തകരോട് പുതുവർഷ ദിനത്തിൽ തന്നെ ചോദിച്ചിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അതിപ്പോൾ കേസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന നടക്കാൻ പോവാണ്. ആരൊക്കെയാണ് ഉത്തരവാദി എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അത് മുൻവിധിയോടുകൂടിയൊന്നും ആരെപ്പറ്റി ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. കണ്ടെത്താൻ ആവശ്യമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം. പണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ്, നേതാവിൻ്റെ മകനുമാണ് ആത്മഹത്യ ചെയ്യേണ്ടുന്ന സ്ഥിതി ഉണ്ടായത്. അത് കൃത്യമായിട്ട് ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടാണ് പൈസ വാങ്ങിയത്. ആ വാങ്ങിയവരോട് അവസാന നിമിഷം വരെ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എങ്ങനെയെങ്കിലും പണം തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് തന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന പരാതി. ആ പ്രശ്നമാണുള്ളത്. പറയുന്നു അതുൾപ്പെടെ എല്ലാം പരിശോധിക്കട്ടെ. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. തെറ്റായ ഒരു പ്രവണതയെയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ചത്. കോടി സുഖിക്ക് പരാതി പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഒരാൾക്ക് പ്രത്യേക പരോൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ബാധകമല്ല. അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക. അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. KK രമ ആരോപിക്കുന്നതല്ല ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത്, പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞത്. അതെ, അതൊക്കെ അവഗണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഗവൺമെൻറ് പരിശോധന നടത്തേണ്ടതാണ്. നടത്തിക്കോട്ടെ, ഞങ്ങൾക്ക് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കെന്താ ഇപ്പോൾ ഓരോരാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, ഓരോരാളെ ശക്തിയായിട്ട് തീർത്ത് അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. യെസ്, ഓ ആയിക്കോട്ടെ. ഞാനിപ്പോൾ അപരാധമൊന്നും പറഞ്ഞിട്ടില്ല, മഹാപരാധമൊന്നും പറഞ്ഞിട്ടില്ല, അല്ലാന്നും പറഞ്ഞിട്ടില്ല. അല്ല, പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞല്ലോ. നമുക്കതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അത് അപരാധമൊന്നും പറയുന്നില്ല, മഹാപരാധമൊന്നും പറയുന്നില്ല, ഒന്നും അതിനെപ്പറ്റി ഇപ്പോൾ കമൻറ്റിൻ്റെ മുമ്പിൽ നമ്മളില്ല. കാരണം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകും. അത് ജയിലധികൃതരും ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് നടത്തേണ്ടുന്ന കാര്യമാണ്. പരോളിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന കാര്യങ്ങളല്ല. പരോളെല്ലാം തടവുകാരൻ്റെ അവകാശമാണ്. അത് ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്രയേ ഉള്ളൂ കാര്യം. അതൊക്കെ സാമാന്യ മര്യാദയല്ലേന്ന്. ഏതെങ്കിലും നാട്ടിലൊരു കുടിയിൽ കഴിക്കുമ്പോൾ ആ കുടിയിൽ കഴിക്കുമ്പോൾ അത് ഇന്നാൾ പ്രതിയാണ്, മറ്റേ ഇന്നാൾ കോൺഗ്രസ്സാണ്, മാർക്സിസ്റ്റാണ്, BJP നോക്കിയിട്ടാൽ പോലും അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണം. നിങ്ങളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് വാർത്ത ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത്രയേ കണ്ടാൽ മതിയോ? പാർട്ടി തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറഞ്ഞ എത്ര ആളുകൾ കല്യാണത്തിനും അതുപോലെ തന്നെ വീട്ടുകൂടിയിലും പോകുന്നുണ്ട് ആളുകൾ. നിങ്ങൾ എന്തിൻ്റെ സൂക്കാട നിങ്ങൾക്കല്ലേ? നാട്ടിൽ ഏതെങ്കിലും ഒരു കുടിയിൽ നടക്കുന്നു, നാട്ടിലൊരു കല്യാണം നടക്കുന്നു, ആ കല്യാണത്തിൽ പോയി ഈ കല്യാണത്തിൽ പങ്കെടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തു. എന്താ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാര്യം? നിങ്ങൾക്ക് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇമാതിരി ജാള്യതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഒരു മാന്യമര്യാദ വേണ്ടേ, ഒരു മാന്യത വേണ്ടേ ചോദ്യത്തിനും അതുപോലെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ. നാട്ടിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട് ഇല്ലേ? ആ നടക്കുന്ന പരിപാടികളെല്ലാം സൗകര്യത്തിനനുസരിച്ച് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഒരു പരിപാടി പങ്കെടുത്തു, ഒരാൾ കൊലക്കേസ് പ്രതിയായിപ്പോയി, ആ പ്രതിയുടെ വീട്ടിൽ കുടിയലിന് എല്ലാ കുടുംബങ്ങളെല്ലാം കൂടി ചേർന്നല്ലേ ആ കുടിയലിന് പങ്കെടുത്തു പോയി. എന്തായി മഹാപരാധം? നിങ്ങൾ അങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. പോസിറ്റീവായി ചിന്തിക്കണം. ഞാൻ ഇപ്പോൾ അവിടെ പറഞ്ഞിട്ടായിരുന്നു, എല്ലാം നെഗറ്റീവല്ല.
എല്ലാം പോസിറ്റീവായി ചിന്തിക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യന് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പോരെ, പുനരധിവാസം ശാക്തിയായ രീതിയിൽ നടത്തും. ഇപ്പോൾ മന്ത്രിസഭാ തന്നെ തീരുമാനം കൃത്യമായിട്ട് എടുത്തു കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകോത്തരമായ രീതിയിലുള്ള പുനരധിവാസമായിരിക്കും ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശത്തുണ്ടായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള തുടർന്ന നടപടി എന്ന രീതിയിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ലോകത്ത് തന്നെ നടന്ന ഏറ്റവും നല്ല പുനരധിവാസ പ്രവർത്തനമാണ് വയനാട്ടിൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഭൂമിയായിരുന്നല്ലോ ഇതേവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ആ ഭൂമി ഇപ്പം ഗവൺമെൻറ് വാങ്ങി കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ കോടതിയുടെ അനുവാദം കിട്ടി. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ല. കേന്ദ്രം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, കേരളത്തോടുള്ള അവഗണനയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിന് കിട്ടേണ്ടതാണ്. ഇനി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പുനരധിവാസം നടത്താതിരിക്കാൻ പറ്റില്ല. അതാണ് കാര്യം.